പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും വളരെ നിർബന്ധമായും BJPയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നിൽക്കണം എന്ന് പറയും. കാരണം പൂഞ്ഞാറ്റ് വേറെ ആളില്ല, നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി കിട്ടിയോട് 2900 വോട്ട് മാത്രമാണ് ഇവിടെ പൂഞ്ഞാറ്റിൽ. ഇത്തവണ അത് ഞാൻ നിന്നുകൊണ്ട് ആണെന്ന് ഉള്ള അഹങ്കാരം പറയുകയല്ല, ഇത്തവണ അത് 36,112 വോട്ടാക്കി ഉയർത്താൻ കഴിയും. സ്വാഭാവികമായി മറ്റ് പലർക്കും അതിന് എന്നോട് ഇച്ചിരി മനപ്രയാസവും വേദനയൊക്കെ ഉണ്ടാവാം. ആ വേദനയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം എനിക്ക് അനുകൂലമായി, ജനം അനുകൂലമായി വോട്ട് ചെയ്തു, അതിന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. തോറ്റ് കഴിഞ്ഞ് ഞാൻ എരുമേലി ഒരു കമ്മിറ്റി ചെന്നാൽ കമ്മിറ്റി ചെന്ന് 2 BJP സ്ട്രോങ് ആളുകളാണ്. അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4,45 രൂപ കിട്ടുക, ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടാക്കി എടാ. അപ്പോൾ ഞാൻ ഇത്രയും രൂപ കിട്ടുമോ? എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4,45 രൂപ കിട്ടി, ഇത് ആരൊക്കെ കട്ടു, എവനൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഞാൻ 2 ചൂടായി. ഞാനതൊന്ന് മൈൻഡ് ചെയ്യാൻ എനിക്ക് പോരുകയും ചെയ്തു. അപ്പോൾ തോറ്റ് കഴിഞ്ഞ് വർത്തമാനമായിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. എന്ന് മാത്രം 100 രൂപ പുറത്ത് പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥി ചിലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. പക്ഷേ ഞാനന്ന് എരുമയിൽ പറഞ്ഞത് തെറ്റായിപ്പോയില്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും എന്നോട്, എല്ലാവരും മറന്നുപോയി, അത് ആരും ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു പൈസ പോലും ആരും നഷ്ടപ്പെട്ടിട്ടില്ല, കട്ടിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുരിക്കാട്ട്, സജി എന്ന് അവർ പറഞ്ഞ സജി കുരിക്കാട്ട് എന്നാണ്. അങ്ങേരെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 5 പൈസ പോലും കക്കുകയോ മൂട്ടുകയോ ചെയ്യുന്ന ആളല്ല. ഇതാണ് സത്യം. ഞാൻ എരുമയിൽ പറഞ്ഞത് ശരിയല്ല, ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ തീരെ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറ. വളരെ സത്യം എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ സത്യമാണ്. നമുക്കൊരു മര്യാദ വേണ്ടേ? അപ്പോൾ ഈ നമ്മുടെ ഈ ഇലക്ഷൻ ടൈമിൽ ഒരു ആരോപണം വന്നു, ഇവിടെ വീടുകളിൽ പണം കൊടുക്കുന്നു, സാർ ഓർക്കുന്നുണ്ടാവും. ഞാൻ ഒരു ഒറ്റ എണ്ണം അന്ന് ഇത് പറഞ്ഞു, ഞാൻ ചിരിച്ചെന്ന്. കാരണം ഒരാൾക്കെങ്കിലും ഒരു നയാ പൈസ ഞാൻ കൊടുത്തതായി ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായി തെളിയിക്കാമെങ്കിൽ ഞാൻ ശിക്ഷിച്ചോന്ന് പറയുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം. അത് ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിലായില്ലേ? ഒരാൾക്കെങ്കിലും ഞാൻ രൂപ കൊടുക്കുകയോ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായിട്ട് തെളിവ് തരാമെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം. ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിനൊന്നും സമയമില്ല. നമ്മൾ കിടന്ന് വോട്ട് പിടിക്കുകയായിരുന്നു. ഇത്തവണ 36,112 വോട്ട് കിട്ടിയത് 2,900 36,000 ആയെന്ന് നോക്കണം. വെറുതെ കിട്ടിയതാണ്. അത് പല കാര്യഘടകങ്ങളുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ പച്ചക്കാണ്, ഞാൻ BJP ചേർന്ന് വെറുതെ ചേർന്നതല്ല. അത് പച്ചക്കാണെന്ന് പറയുക. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന RSSും BJPയുടെ പ്രവർത്തകരുമാണ്. എന്നെ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ, ഞാൻ മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, മുസ്ലിങ്ങളിൽ തീവ്രവാദി എല്ലാ മതത്തിലുണ്ട് തീവ്രവാദി. ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുവിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. പക്ഷേ മുസ്ലിമിൽ തീവ്രവാദി കൂടുതലാണ്, അതാണ് സത്യം. ആ തീവ്രവാദികൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പം 2 പ്രാവശ്യം ഈ RSSൻ്റെയും BJPയുടെയും പ്രവർത്തകർ എന്നെ രക്ഷിച്ചത്. ഇതിൽ ഞാൻ കൊല ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ ആ എന്നെ സംരക്ഷിച്ചു തന്നതിലുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ BJP ചേർന്നത്. ഇപ്പം എനിക്ക് ഇനി പാർട്ടി മാറുന്ന പ്രശ്നം ഉദിക്കുന്ന ചിന്തിക്ക് പോലും വേണ്ടാരും. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. മാറുന്ന പ്രശ്നമില്ല. ഇതാ സത്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഒരു സുനിശ്ചിതമായിരുന്നു, വിജയം പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. അതെ 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 അതെ. എവിടെയാണ് വോട്ട് കുറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ്? അത് വളരെ ക്ലിയർ ആയിരുന്നു. അത് ആ ഒരു സംശയം ആവശ്യമില്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJPക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് UDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. ബിഷപ്സിൻ്റെ തന്നെ ഭൂരിപക്ഷം വരുന്ന ബിഷപ്സും ഒറ്റക്കെട്ടായി UDFന് അനുകൂലമായ തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് എന്നെ തോൽപ്പിച്ചത്. ഇല്ല, ഞാനിവിടെ ജയിക്കുമായിരുന്നു, സംശയമൊന്നും വേണ്ട. ആ നന്ദി അദ്ദേഹത്തിന് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. എത്രയായാലും മറുപടി ഉണ്ട്. ആരെ? ആ രണ്ട് മാന്യന്മാർ ആരാണെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം പറയാം. ഏതായാലും ഞാൻ അവിടെ പാർട്ടി കമ്മിറ്റി സംസാരിച്ചത് എല്ലാ ചാനലുകാർക്കും എങ്ങനെ കിട്ടിയേ? അത് ആരാണ്? BJPക്കാരും കൊടുത്തതാണല്ലോ.
അവരാണെന്ന് കണക്കാക്കുക. മനസ്സിലായി? നീ തെളിവ് പറയണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയുള്ള ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഭിന്നതയും കാണാനില്ലായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അതിനകത്ത് ആരും ഒരു വൃത്തികേട് കാണിച്ചായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. ഈ FCR പോലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയായി? ഒന്നും ചർച്ചയായില്ലെന്ന് ഇവിടെ ആരും അത് മൈൻഡ് ചെയ്തു പോലുമില്ല. അതൊക്കെ പക്ഷേ അത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ നിയമത്തെപ്പറ്റി ആലോചിച്ചാൽ മതിയാകാമായിരുന്നു എന്ന് പലരും അഭിപ്രായമുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സാഹചര്യം കേരളം മാത്രം വെച്ചല്ലോ, ഓൾ ഇന്ത്യ ബേസിലല്ലേ, അപ്പോൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ നിയമം കൊണ്ട് ക്രിസ്ത്യാനിക്കുന്ന വിഷമം പറയട്ടെ. ആ നിയമം വന്നതല്ല, നമ്മൾ അതിന് വേറൊന്നുകൂടെ പറയാം. ആ നിയമം കൊണ്ടുവരുന്ന സംബന്ധിച്ച് തർക്കം ഉണ്ടായ ക്രിസ്ത്യൻ ബിഷപ്സിനാണ്. അവരുമായിട്ട് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അമിത്ഷാ വളരെ വിശദമായി ചർച്ച ചെയ്തു. എന്ന് മാത്രമല്ല, ഇവരുടെ പേടി എന്താണെന്ന് മനസ്സിലായി. ഭയങ്കര സന്തോഷിച്ച് മെത്രാന്മാർ പുറത്തിറങ്ങിച്ച് തിരിച്ചു വർത്താനം പറയിച്ചു. പിന്നെ എങ്ങനെ നന്നാവും ഇത്? ക്രിസ്ത്യൻ സമുദായത്തിന് തന്നെ വളരെ അപകടകരമായ നില ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ നമ്മുടെ ബിഷപ്സൊക്കെ, ഈ ബിഷപ്പ്മാരൊക്കെ ഇതൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. അവരെ ബിഷപ്പാക്കി വെച്ചിരിക്കുന്ന, അച്ഛന്മാരാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾ വിശ്വാസികളാണ്. ആ വിശ്വാസികളെ മുഴുവൻ വെള്ളത്തിലാക്കരുത് എന്ന് ചിന്തിക്കാനുള്ള ധാർമ്മികത അവർക്കുണ്ടാകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയണത് ശുദ്ധ തന്തയില്ലാത്തവൻ, ആ വാക്ക് തന്നെ നിങ്ങൾ കൊടുക്കണം. ശുദ്ധ തന്തയ്ക്ക് പുറക്കാത്തവൻ. അതായത് മനസ്സിലാക്കണം, അവനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കിയവൻ ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിച്ച് അവനെ കൊണ്ടുവന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ നമുക്ക് വോട്ടില്ല, മാണി ഗ്രൂപ്പിന് വോട്ട് കൊടുക്കുകയില്ല. അങ്ങനെ വന്നപ്പം CPMൻ്റെ AKG സെൻറ്ററിൽ പോയി എല്ലാ നേതാക്കന്മാരെയും കണ്ട്, മാത്രം VSനെ കൊണ്ട് തന്നെ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ച് ഇവനെ സ്ഥാനാർത്ഥിയാക്കി. ഇവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാണി ഗ്രൂപ്പിൽ ചേർന്നു. ആ പാരമ്പര്യം അവനുള്ളത്. മനസ്സിലായോ? ഈ തന്തയ്ക്ക് വർക്കാത്തരം കാണിച്ച് പഠിച്ചവൻ തന്തയ്ക്ക് വർക്കാത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അവന് വെറും ചായക്കടയിൽ, ഞാൻ ചെറുതാക്കല്ല, ചായക്കട ചായ എടുത്ത് കൊടുത്തോണ്ടിരുന്നവനാണ്. അവന് എങ്ങനെ അഭിപ്രായം എന്നുള്ള എനിക്ക് അവിടെ ആൾക്കാർ ചോദിച്ചാൽ പറഞ്ഞു തരും. ഒരു വടക്കേ മുറി അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ രഹസ്യ ബ്ലേഡ് കച്ചവടക്കാരനായിട്ട് ഇവൻ മാറി. ഒരു സുപ്രഭാതത്തിൽ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ അച്ഛൻ മരിച്ചുപോയി. അതോടുകൂടി കുളത്തുങ്കൻ സമ്പന്നനുമായി. അതിനെപ്പറ്റി പറയാനുണ്ട്. മനസ്സിലായില്ലേ? ഞാനങ്ങനെ സമ്പന്നനായ അതിൽ കുടുംബപരമായിട്ടുള്ള സ്വത്തായിരുന്നത്, ഞാൻ ഉണ്ടാക്കിയതല്ല. എവിടെയെന്ന് പറയട്ടെ, വൃത്തികെട്ടവൻ. അവൻ്റെ സ്വഭാവം, ഞാൻ അവൻ്റെ സ്വഭാവം പറഞ്ഞില്ലേ. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ പിറ്റേ ആഴ്ച മാണി ഗ്രൂപ്പിൽ ചേർന്ന് വൃത്തികെട്ടവനവൻ. അവനിട്ട് കളന്മാരിച്ചോട്ടെന്ന് വർത്താനം പറഞ്ഞു. ഞാൻ BJP-കാരനാണ്. കോൺഗ്രസ്സിന് ആരോട് സംസാരിച്ചവൻ പറയട്ടെ. ഞാൻ കോൺഗ്രസ്സുകാരോട് സംസാരിച്ചിട്ടില്ല. വേറൊന്നും മനസ്സിലാക്കണം, കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും BJP-യിലും ഒക്കെ ഈ വ്യക്തികളുമായി വളരെയേറെ അടുപ്പമുള്ള എല്ലാവരും ഉണ്ട്. BJP-യിലും ദേശീയ മുന്നണിയിലും എല്ലാ പാർട്ടിയിലും ഉണ്ട്. ജോസഫിനെ കണ്ടെന്ന് ഞാൻ കണ്ടു. എന്നാ തിന്നെ കണ്ടോ? എനിക്ക് സൗകര്യമുണ്ട് കേട്ടെ. എന്നാ കണ്ടേ? അതും കൂടെ പറഞ്ഞേക്കാം. PC ജോസഫ് പുള്ളി ഇപ്പോൾ ഈ ആൻ്റണി രാജുവിൻ്റെ പാർട്ടിയാണ്. PC ജോസഫിൻ്റെ ഭാര്യ, ഞങ്ങൾ ഒരു എറണാകുളത്ത് പഠിച്ചവരാണ്. ഭാര്യ അസുഖമായി കിടപ്പിലായി. അപ്പോൾ അവരെ ഒന്ന് കാണുക എന്നൊരു മര്യാദ വെച്ച് ഞാൻ ജോസഫിനെ മൂവാറ്റ് വെച്ച് കണ്ടപ്പോഴാണ് ഇങ്ങനെ പൗളി കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു. എന്നാ ഒന്ന് കണ്ടേക്കാം, നിങ്ങളുടെ ഇവിടുന്ന് പോയതാണ്. അവിടെ ചെന്ന് പൗളി ആൻറ്റിയെ കണ്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് സ്നേഹം പറഞ്ഞ് ഇരിച്ച് വരുമ്പോൾ കൃത്യം ജോസഫിന് ഇതിനും കൂടെ അങ്ങ് പോരുന്നേ. എന്നാൽ ഇവിടെയും കയറും പറഞ്ഞു. അങ്ങനെ കയറി കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഒരു ജോസഫ് ആയണ്ട് ഈ ചാനലും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്ക് മിണ്ടാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കില്ല, പൊക്കോട്ടെ എന്ന് സ്തുതിയിൽ ഞാൻ പോരുകയും ചെയ്തു. ഇതാണ് കണ്ടത്. അതിന് എന്നെ കുഴപ്പം എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊരാളെ വഴി വെച്ച് കണ്ടാൽ മിണ്ടാതെ പോകണോ? ഞാൻ ഇങ്ങനെ വൃത്തികളൊക്കെ പറഞ്ഞ് എങ്ങനെ നോക്കുന്നത്? ഈ പാലായിലും പൂഞ്ഞാറിലൊക്കെ അതേപോലെ ഈ A ക്ലാസ് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ BJP ഈ പണം ഒഴുക്കി എന്നുള്ളൊരു ദൈവം സാക്ഷിക്കാൻ പറയട്ടെ, എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു പൈസയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒരു പൈസ ഞാൻ കൊടുത്തിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങളിവിടെ പാർട്ടികളാക്കാനും വന്ന് എനിക്കറിയില്ല. ഞാൻ ഇലക്ഷന് വോട്ടം നടത്തുകയല്ലാതെ ഒരു മനുഷ്യനോട് പോലും സാമ്പത്തിക കാര്യം ചർച്ച ചെയ്തിട്ടേയില്ല. ഇത് ആരാ കാശ് കൊടുത്തതെന്ന് ചോദിച്ചാൽ പോലും പറയാൻ എനിക്കറിയത്തില്ല. കാരണം ഞാൻ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. എന്നെ ബന്ധപ്പെട്ടിട്ട് പിന്നെ ഞാൻ എന്നെ ചെയ്യും? ഇതാ സത്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.